അപ്പോൾ അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറി നമ്മൾ ഇനി ആദ്യം പോകാൻ പോകുന്നത് ജെംസ് ഗാലറിയിലേക്കാണ്. ഈ ജെംസ് ഗാലറി നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ ജ്വല്ലറിയുടെ ഒരു കുറേ ഓർണമെന്റ്സ് ഒക്കെ കാണിക്കുന്ന വെറുതെ ഒരു ഷോപ്പ് മാത്രമല്ല, ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇത്രയും വലിയൊരു ക്യൂ ഒക്കെ നിൽക്കണത്. ഈ ക്യൂ നിൽക്കണത് ഒരു ട്രെയിൻ പോലത്തെ വണ്ടി കണ്ടോ, അതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ജ്വല്ലറി ഷോറൂം അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ജെംസ് ഡിസ്കവറി, അതായത് ഒരു ഡാർക്ക് റൈഡിൽ കൂടെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. അവിടെ അതായത് ഈ ട്രെയിനിൽ കൂടെ നമ്മൾ പോകുന്നത് ഇങ്ങനെ ഫുൾ ഇരുട്ടായിരിക്കും. അതിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഗോൾഡ് എങ്ങനെയാണ് മൈൻ ചെയ്യണം, എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യണത്, അല്ലെങ്കിൽ അതിനെങ്ങനെ പിന്നെ ഗോൾഡാക്കി മാറ്റണം, അതിന് പോളിഷിങ്, അതിൻ്റെ കട്ടിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കണ എന്താ പറയുക ഒരു വിഷ്വലി കാണിക്കുന്ന ഒരു എക്സിബിഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ആ ഇരുട്ടത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഓരോ വ്യൂ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ആ സംഭവം ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്രയും നാളിങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയിട്ടും ഇതുമാതിരി ഭയങ്കര വിഷ്വലി കാണിക്കുന്ന ഒരു എക്സിബിഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിങ്ങനെ കാണാൻ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം അതിന് കുറച്ച് ക്ലിപ്സ് കാണാം നമുക്ക്. ഇതിൽ എത്രത്തോളം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ബട്ട് ശരിക്കും അത് നേരിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പട്ടായയിലുള്ള ജെംസ് ഗാലറിയാണ്. അത് കഴിഞ്ഞ് അവിടെ ഈ ജെംസ് ഗാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവരെടുക്കുന്ന പണി നമുക്ക് കാണിച്ചു തന്നു. അതുമാതിരി തന്നെ പിന്നെ അവിടെയുള്ള ജെംസിൻ്റെയും ജ്വല്ലറീസിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. നമുക്ക് അവിടെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം എടുത്തിട്ടില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്നത്തെ ജെംസ് ഗാലറി. സോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോവാണ്, നമ്മുടെ മെയിൻ സ്പോട്ട് നുങ്നൂച്ച് വില്ലേജ്.